ഇല്ല നമുക്ക് പ്ലീസ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തേ പറ്റും. ഞങ്ങൾക്ക് അറിയാൻ പറ്റും. വണക്കം, നമസ്കാരം. നമസ്കാരം. കുറച്ചു നേരം വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ശരിയല്ല, അല്ല എന്ത് ശരിയല്ല, അല്ല നിങ്ങളെ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ 110 ആയുർവേദ ഐറ്റംസ് ചേർത്ത് എണ്ണ ഉണ്ടാക്കുന്നതെന്ന്. ഞങ്ങൾക്ക് വിശ്വാസമില്ല. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ സമയം നോക്കിയിട്ടുണ്ടോ? മഴ ഒന്നിച്ചുള്ള സ്ഥലത്താണോ ഇതൊക്കെ? നിങ്ങൾ ഇപ്പോഴല്ലേ എണ്ണ കാച്ചുന്നു രാത്രി ആരും കാണാതെ? അല്ലെ, നമ്മളത് പ്രശ്നമാണ്. കാരണം നമ്മൾ പോലെ ഈ കുറെ കമ്പനിക്കാർ നമ്മൾ എണ്ണന്റെ പേര് പറഞ്ഞിട്ട് കുറെ ഒക്കെ വ്യാജമാക്കുന്നുണ്ട്. അതിനെ കൊണ്ട് നമ്മൾ കാണിക്കാൻ പറ്റൂല. ഇപ്പൊ ഈ പൊസിഷൻ നമ്മൾ സത്യസന്ധമായിട്ട് ഞാൻ കാണിക്കാൻ പറ്റൂല സാർ. അല്ല, ഞങ്ങള് കൊച്ചിയിൽ നിന്ന് വന്നേക്കാ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകത്തുള്ളൂ. ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. അല്ലെ സാർ, അമേരിക്ക വന്നാലും കൂടി കാണിക്കാൻ പറ്റൂല. കാരണം ഇത് എങ്ങനെ കുറെ തട്ടിപ്പ് നടക്കും. നിങ്ങൾ കള്ളം പറയല്ലേ? നിങ്ങൾ കള്ളം പറയല്ലേ? അല്ലല്ല, ഞാൻ പറയാം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലെങ്കിൽ അത് നിങ്ങൾ കള്ളം പറയുന്നതാണ്. അങ്ങനെ പറയല്ലേ സാറേ, അങ്ങനെ പറയല്ലേ. ഞാൻ അത് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ അത് സത്യസന്ധമാക്കി തരണോ? നിങ്ങൾ ഗ്യാരണ്ടി ആണോ? അല്ലെങ്കിൽ നിങ്ങൾ വ്യാജമാക്കോ? ഇല്ല, 110 ഐറ്റംസുകൾ ഇടുന്നത് കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. 120 കാണിച്ചു തരാം. 120 ആയുർവേദ ഐറ്റംസ് അവിടെ സ്പാട്ടിൽ എണ്ണിക്കാൻ ഞാൻ കാച്ചുന്ന സമയത്ത് ഇപ്പൊ തന്നെ ചാലഞ്ച് ആണല്ലേ, പന്തയമാക്കി ഞാൻ കൊണ്ടുപോവാ ഇവിടുന്ന്. ഉറപ്പാണോ? ഇതിലൊരു സംശയമില്ല. പക്ഷെ വ്യാജം ചെയ്യാൻ പാടില്ല. കാരണം കുറെ കമ്പനികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറ്റിച്ചു പോയി. അതിനെ കൊണ്ട് ആദിവാസി പേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ഞങ്ങൾക്ക് ഇത്ര അറിയേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന ഐറ്റംസ് 110 ഐറ്റംസുകൾ എണ്ണയിൽ ചേർക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? സാറ് ശുദ്ധം ഓയില് ഞാൻ സാറിന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തന്നെ അവിടെ ഇറ്റി കാണിച്ചു തരാം. അങ്ങ് കണ്ടാ മതി. പക്ഷെ അതെന്താ ഒരു രഹസ്യമാണ് സാർ. അതെന്താ എന്താ ഗ്യാരണ്ടി ഉണ്ട് സാർ? നല്ല ആളെ പോലെ തന്നെ എനിക്ക് എങ്ങനെ തോന്നും? നമ്മൾ ഷൂട്ട് ചെയ്യും. അത് സത്യമാണെങ്കിൽ നിങ്ങൾ 110 ഐറ്റംസ് ചേർക്കുമെങ്കിൽ ഞങ്ങളത് ടെലികാസ്റ്റ് ചെയ്യും. ഇത് മാത്രല്ല, ഇത് ഈ മലപ്രദേശത്ത് കിട്ടുന്ന സാധനങ്ങളാ. ഇവിടെ ഈ മലപ്രദേശത്ത് കിട്ടണ കൊച്ചി അപ്പുറത്ത് കുറെ കാടുകൾ. എവിടെ നിങ്ങൾ എണ്ണ വെച്ചത് എവിടെയാ? നമ്മൾ കാണിച്ചു തരാം. ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് മതി. ഒരു 5 മിനിറ്റ് സാറ് തിരിച്ചാൽ ഞാനിപ്പോ വീട്ടിൽ നിന്ന് വെച്ച് ഞാൻ എന്റെ ഗോഡനെ കൊണ്ടുപോവാം. അവിടെ സാറിനെ ശരിക്കായിട്ട് നോക്കാം, ക്ലീൻ ആയിട്ട് നോക്കിക്കാം. പിന്നെ സാധനത്തിന് എണ്ണിക്ക് 1, 2 ആയിട്ട് 110, 120 എണ്ണിക്ക്. കാരണം അത് ശുദ്ധമുള്ള സ്ഥലമാണ് അത്. പിന്നെ അവിടെ സാറിനെ കാണിച്ചാല് സാറിന് സമ്മതിച്ചാൽ ശരിയാവോ? ഇത് ഉറപ്പോ? കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. പോവാ സാറേ. നിങ്ങൾ ഈ 110 പറഞ്ഞല്ലേ, 108 ഞാൻ 120 കാണിച്ചു തരാം. ഞങ്ങള് വൈദ്യരാണ്. വാക്ക് തന്നി കഴിഞ്ഞാൽ വാക്ക് തന്നെ ആയിരിക്കും. സാറ് നിങ്ങൾ ചെറുക്കന്മാരായിട്ട് ഒന്ന് എണ്ണിക്ക്. ഇതുവരെ ആയോട്ടെ എന്തായാലും കൂടി. നിങ്ങൾ കാണുന്ന പോലെയാണ്. 10, 20 അല്ല, ഇത്ര ഉണ്ടായിരുന്നോ? 120 ചെടികളാ. നിങ്ങൾ കൈ കൊണ്ട് എണ്ണിക്കാം. ഒരു സംശയമില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരം കൂടി എന്നെ കൂടി സംസാരിക്കാം. ഇത് എന്റെ സ്വന്തമാണ്. എനിക്ക് കാച്ചുന്നത് സ്ഥലമാണ്, എന്റെ ഫാക്ടറിയാണ് ഇത്. ഇതിൽ ഒരു സംശയമില്ല. സാറ് നിങ്ങൾ ചോദിക്കാനായാലും ഞാനിപ്പോ കാച്ചന ഫുള്ള് സാറും തന്നെ കൈ കൊണ്ട് തന്നെ കച്ചിക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം സാറ് ഒന്ന് പറ. എല്ലാ പേരൊക്കെ അറിയാം, പക്ഷെ പേര് പറയാൻ പാടില്ല. കാരണം അതാണ് രഹസ്യമാണ്. സാധനം ഒന്ന് കണ്ടുകൊണ്ടി നോക്കാം, ഉണ്ടോ ഇല്ല നോക്കട്ടെ. എന്നെ നോക്ക്. അതാണ് 2, 3, 4 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11, 4, 44. ഈ ഐറ്റംസ് 44 ആയി. അതെ. ഓക്കെ. 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83. ഇതിൽ 3 ഉണ്ട്. 3 കൂട്ടുണ്ട്. 83, 86, 87. ഇതെത്ര ഉണ്ട്? ഇതില് മാക്സിമം ഒരു 40% ഉണ്ട്. ഈ പച്ച മരത്താണ് ഫുൾ. എല്ലാം ഡിഫറെന്റ് മരമാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും. ഇത് ഒന്ന് തന്നെയല്ല, അവർക്ക് പച്ചയാണ്, ഒക്കെ ഡിഫറെന്റ് ആണ്. ഇത് 40 ഐറ്റം ഉണ്ടല്ലേ? പിന്നെ അല്ല, നിങ്ങൾ കൈകൊണ്ട് നോക്കാൻ മതി. സത്യമായിരുന്നു. ഇതാണ് സാറ് നമ്മൾ ആദിവാസി പാരമ്പര്യമായിട്ട് നമ്മൾ കാണിക്കാനാണ്. നമുക്ക് എങ്ങനെ കളവ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ വ്യാജം ചെയ്യാനായിട്ട് കാരണമായിട്ട് നമ്മൾ മിണ്ടില്ല. ചിലപ്പോൾ സാറ് പഞ്ചായത്തില്ലേ, സാറിനെ കണ്ണുകൊണ്ട് കാണിച്ചു. പിന്നെ എണ്ണ കാക്കാനായാലും കൂടി സാറിനെ വേണ്ടി കാണിച്ചു തരാം. അല്ല, ഇത്ര ഐറ്റംസുകൾ സത്യമായിരുന്നല്ലേ? അതാണ് സാറേ. ഈ മരുന്നൊക്കെ എത്തി കാച്ചി കഴിഞ്ഞാൽ തന്നെ 100, 120 ചെടികൾ മാക്സിമം കൂട്ടി ചെയ്തിട്ട് 8 മണി കൊടുക്കി കാച്ചി എടുക്കുന്ന എണ്ണയാണ്
പെണ്ണുങ്ങളെ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചൽ, താരൻ, തലവേദന, നീരൊക്കെ മാറി നല്ല ഉള്ളു തിക്നെസ് ആയിട്ട് മുടി ഉണ്ടാവും. ആണുങ്ങൾ ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ കഷന്റെ ഒക്കെ ആയി പോകും. ഫുള്ള് കഷന്റെ ആയാലും രക്ഷയില്ല. കഷന്റെ ഉള്ളാണ് ഈ പഞ്ഞിപ്പുല മുടിയൊക്കെ ഉണ്ടല്ലോ, ആ പഞ്ഞിപ്പുല മുടിയായാലും മതി. അതിന് നല്ല ഉള്ളു തിക്നെസ് ആയിട്ട് ഫാറ്റ് കൂടുതൽ മുടി ഉണ്ടാവും. പക്ഷെ ആണുങ്ങൾക്ക് ടാഡി മിസ് ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ടാഡി മിസ് അടിപൊളി. ഇവരൊക്കെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ അതെ അതെ, നമ്മുടെ ഫാമിലിയാണ്. എന്റെ മറിമോളാണ്, അനിയത്തിയാണ്, അളിയനാണ് മറ്റോ നമ്മൾ അളിയനാണ്, ഒക്കെ ഫാമിലിക്കാരാ. ഇതിൽ ഒരു സംശയം നിങ്ങൾ തൊട്ടിച്ച് നോക്കാം, നമ്മൾ അങ്ങനെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഈ സാധനങ്ങൾ തന്നെ നമ്മൾ വാട്ടി കാച്ചെടുക്കുന്ന സാറിന് പോയിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് കാണിച്ചു നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ വാ സാറേ, കൈ കൊടുക്ക്. ഈ നിർഭരമായിട്ട് വന്ന് ഞാൻ വിടൂല്ലേ സാറിന്? അല്ല, അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഇത്രയും വിശ്വസിച്ചില്ലേ സത്യം പറഞ്ഞാൽ. പിന്നെ സാറേ ഇത് എന്തെന്നാ, കോക്കോനട്ട് ഓയിലാണ്, നമ്മള് തേങ്ങ എണ്ണാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇതില് 100% നാച്ചുറൽ ആണ്. അപ്പൊ സാറിന് ഇപ്പൊ കാച്ചനായാലും ഞാൻ ഇപ്പൊ റെഡിയാക്കാം. ഇത് 50% ആയി. 50% കാച്ചി വെച്ചിരിക്കുക. സാറിന് പറഞ്ഞല്ലേ, അതിനെ കൂടി ഞാൻ സ്റ്റോവ് ഓഫ് ആക്കുന്ന പറഞ്ഞു, കാരണം വീണ്ടും നമ്മൾ കാണിക്കാനായിട്ട്. അപ്പൊ സാറിന് നിർബന്ധമായി ഞാനിപ്പോ ഓപ്പൺ ആക്കി റെഡിയാക്കി തരാം. ശരി, കാണിക്കാം. എണ്ണ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ സാറിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ കാച്ചെടുക്കാം. അപ്പൊ ഈ സാധനത്തിൽ കൊട്ടല എല്ലാം പറിച്ചു കൊണ്ട് സാറിന് എത്ര കൂട്ടം മരുന്ന് ചെയ്യാം, അതിലെ ഒരു ഏകദേശം ഒരു സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഈ പൂവാണ് സാറേ, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇത് എണ്ണ ഫുള്ളായി, എല്ലാം റെഡിയായി അല്ലേ? സാറിന് വേണ്ടിട്ട് വീണ്ടും നമ്മൾ കാണിച്ചു തന്നിട്ടാ. അപ്പൊ സാറിന്റെ സംശയമൊക്കെ മാറിയോ? ഇപ്പൊ ഏകദേശം മാറി അല്ലേ? അപ്പൊ സാറ് സന്തോഷാണോ? ഹാപ്പിയാണ്. അപ്പൊ വൈദ്യര് ശരിയാണോ? കറക്റ്റ്. എന്താ സംഭവം എന്ന് വെച്ചാലേ, വേറൊന്നുമല്ല, ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട് നമ്മുടെ അറിയോ ചാനലിലൊക്കെ, ഈ 110 ഐറ്റംസ് 200 ഐറ്റംസ് ഒക്കെ പറഞ്ഞു. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ബോധ്യമായൊരു കാര്യം, നമ്മൾ 110 ഐറ്റംസുകൾ ഉണ്ടെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷെ 110 അല്ല, 110ൽ കൂടുതൽ ആയുർവേദ മെഡിസിൻസ് ചേർത്തുണ്ടാക്കുന്ന എണ്ണയാണിത്. അതാണ് ഇവർക്ക് ഇത്രയും റിസൾട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഇന്ത്യയിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന നിങ്ങൾ എണ്ണയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ സാർ, ഇപ്പൊ കാണാൻ പറയല്ലേ, ഈ നമ്മുടെ നാട്ടിലെ ഇപ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ കുറെ ആള് പറഞ്ഞു അങ്ങനെ ആദിവാസികളെ അക്കിപ്പിക്കി കമ്മിറ്റികളാണ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു. അതെ അതെ. അപ്പൊ അങ്ങനെ കുറെ സെലിബ്രിറ്റി ഇറങ്ങുന്നുണ്ട്. സാറ് പറഞ്ഞ മുമ്പേ രണ്ട് ഷൂട്ടായി. ഒക്കെ നോർത്ത ആൾക്കാരാണ്. കാരണം എന്താ അവർ അറിയാം ഇപ്പൊ ബ്രാൻഡിൽ ആവുന്ന ഈ ആദിവാസികളെ എണ്ണ നല്ല ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് യൂട്യൂബറും ആക്ടറും ഒക്കെ പിന്നെ അത് നമിക്കായിട്ട് ഫുള്ള് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ശരി, നമുക്ക് അങ്ങോട്ട് ബോധ്യമായിരിക്കണു. അതായത് 110 അല്ല, അതിലേറെ ആദിവാസി പച്ചമരുന്നുകൾ ചേർത്ത് തന്നെയാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് ബോധ്യമായി, ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഈ ഒരു പാരമ്പര്യം എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? സാർ, ഇത് പറഞ്ഞാല് നമ്മള് 100-500 കൊല്ലത്തിന് മുമ്പേ ഒക്കെ അതിന് മുകളിലൊക്കെ ഉണ്ട്. മൂപ്പന്മാർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് പഠിപ്പിച്ച് നമ്മൾ ഈ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയതാണല്ലേ? മുത്തച്ഛ കുറെ ഉണ്ടല്ല, അതിന്റെ പാരമ്പര്യമാണ്. അപ്പൊ സാറ് ഈ എണ്ണ കുറെ ഇങ്ങനെ കാച്ചി എത്തണം. ഇത് എത്ര നാള് ഒരു സ്ത്രീകൾ എത്ര നാൾ ഉപയോഗിക്കണം? സ്ത്രീകളിലായിട്ട് 2 ബോട്ടിൽ മതി. 6 മാസം ഇതുപോലത്തെ 2 ബോട്ടിലാണ്. ഇതുപോലെ 2 ബോട്ടിൽ ചെയ്താൽ മതി. ആണുങ്ങളിലായാലും കഷന്റെ അല്ലാത്ത നോർമൽ ഉള്ള ആളിന് 1 കുപ്പി മാത്രം മതി, 1 ബോട്ടിൽ മതി. പിന്നെ കഷന്റെ റിസൾട്ട് എന്താണ്? 100% ഇതില് മുടി കൊഴിച്ചല്, താരന്, തലവേദന, നീരിറക്കം, പിന്നെ ചിലപ്പോ ഈ ചൊറച്ചലൊക്കെ ഉണ്ടാവും. ആ ചൊറച്ചൽ മരത്തിൽ പുതിയ മുടി കിളിക്കും. പിന്നെ ഉള്ള തിക്നെസ് ആയിട്ട് നീളമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ 6 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉപയോഗിക്കണോ അത്യാവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തെ 2-3 ഇഞ്ച് എങ്ങനെയായിട്ട് വളർത്തിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ആണെന്നാ ഈ കഷന്റെ ചിലപ്പോൾ ആളായിരിക്കും. കഷന്റെ ഒക്കെ ആയാലും ഫുള്ള് സ്റ്റീല് കഷന്റെ ആയാലും രക്ഷയില്ലാണ്. അതിന്റെ മുകളിലെ പഞ്ഞിപ്പുല മുടിയൊക്കെ ഉണ്ട്, ചെറിയ മുടിയോ ഗ്യാഫ് ആയാലും കൂടി സാറില്ല. പഞ്ഞിപ്പുല മുടിയായാലും അതിന്റെ തേക്കുന്ന രീതി ഞാൻ വാട്സപ്പ് വന്നിട്ട് അഡ്രസ് അയച്ചു തന്നെ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. അതിന് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ 100% റിസൾട്ട് ഒക്കെ ഉണ്ടാവും. ഇതെങ്ങനെയാണ് കിട്ടുന്നത് സാറ്? ഈ എണ്ണ നമുക്ക് അത്യാവശ്യമായാലും നമ്മൾ കോള് വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് ആക്കുക. വാട്സാപ്പ് ആക്കിയിട്ട് എന്റെ സ്പെഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ പോവാ, അവിടെ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ താല്പര്യമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായാലും കൂടി നേരിട്ട് വിളിക്കാം. ശരി. അതായത് ഈ എണ്ണ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച്